ഹലോ നമസ്കാരം, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം നമ്മളൊരു അക്വേറിയം റിനോവേറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ചെറുതായിട്ട് ഷോർട്ട് ഇട്ടിരുന്നു. ഇതാണ് അക്വേറിയം. ഇതാണ് ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ഥിതി കേട്ടോ. അപ്പോൾ ഈ അക്വേറിയത്തിനെ നമ്മളൊന്ന് പ്ലാന്റൊക്കെ ചെയ്ത് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അതിൻ്റെ താഴെ, ആ വീടിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ആദ്യത്തെ പടി നമുക്ക് ഇതിലൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു. അതിന് ഞാനൊരു സമ്പ് ഫിൽറ്റർ ഡിസൈൻ ചെയ്തിട്ട്, എൻ്റെ ഐഡിയക്ക് ഒരു ഫിൽറ്റർ ഡിസൈൻ ചെയ്തിട്ട് അക്വേറിയത്തിനൊരു പാർട്ടീഷൻ പോലെ ആക്കിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ സമ്പ് ഫിൽറ്ററിൻ്റെ പണി തുടങ്ങിയതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സമ്പ് ഫിൽറ്റർ ക്ലോസ് ചെയ്തു. അതായത് ഈ സമ്പ് ഫിൽറ്റർ നേരെ അക്വേറിയത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇറക്കി ഫിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബയോമീഡിയ ഉണ്ടാവും, UV ഫിൽറ്റർ ഉണ്ടാവും, സ്പോഞ്ച് ഫിൽറ്റർ എല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഫിൽട്രേഷൻ സിസ്റ്റം ആയിരിക്കും. അങ്ങനെ അക്വേറിയത്തിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതാണിപ്പോൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലുള്ള ഹാർഡ്സ്കേപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡ്രിഫ്റ്റ് വുഡും റോക്കും കോമ്പിനേഷനും വെച്ചിട്ടാണ് നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഞാൻ തുടങ്ങുന്നതാണ് ഈ വീഡിയോ കാണുന്നത്. അതായത് ലെങ്ത്തുള്ള വുഡ് നമ്മൾ ഇതിനായിട്ട് വരുത്തിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ റോക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മളുടേതായ ഒരു ഐഡിയയിലാണ് ഇതിൻ്റെ ഹാർഡ്സ്കേപ്പ് ചെയ്യുന്നത്. അതിൽ കസ്റ്റമറുടെ സജഷനൊന്നുമില്ല. കസ്റ്റമർ നേരത്തെ ഒരു വർക്ക് കണ്ടിട്ടാണ് ഇത് തന്നത്. പിന്നെ നമ്മൾ അനൂബിയാസിൻ്റെ നാനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റ്, അതായത് ലൈവ് പ്ലാന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് വെക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. പ്ലാന്റ് നമ്മൾ ഒരു സ്റ്റിക്ക് ചെയ്യുന്ന പശുണ്ട്, അത് വെച്ചിട്ടാണ് അക്വേറിയം പ്ലാന്റുകൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യാം. ആ പശ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. നല്ല ചൂടുള്ളൊരു സമയത്ത് ചെയ്തതായിരുന്നു, അതായത് ജൂൺ മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേയാണ്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നനച്ചുകൊണ്ടിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് വാടിപ്പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്ലാന്റിങ് കഴിഞ്ഞു. നമ്മൾ പതുക്കെ വെള്ളം പകുതി കയറ്റി നിർത്തി. പ്ലാന്റ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ഫുള്ളാക്കി വെള്ളം നിർത്തി. ആ വെള്ളം നിറച്ച വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പ്ലാന്റ് ചെയ്ത് അന്ന് തന്നെ കുറച്ച് കലക്കുണ്ട് ഫിൽട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വാട്ടർ ചേഞ്ചിന് നിന്നിട്ടില്ല. നമ്മൾ ചെയ്തത് അപ്പാടെ ചെയ്തുകൊണ്ട് വെള്ളം നിറച്ചു എന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ക്ലോസ് വീഡിയോ. പിന്നീട് നമ്മൾ ചെന്നിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ വെള്ളമൊക്കെ ഫിൽറ്ററായി, മീനുകളൊക്കെ കുറച്ച് മീനുകൾ ആഡ് ചെയ്തിരുന്നു, അതൊക്കെ ഇട്ടു. ഇത് കുറച്ച് വെലിസ്ലേരിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അത് ആ സൈഡിൽ വലുതായി മുകളിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് പ്ലാന്റൊക്കെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. മീനുകളൊക്കെ ആക്റ്റീവാണ്, ഫിൽട്രേഷനൊക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിൽട്രേഷൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത ഫിൽട്രേഷൻ ഇതിനകത്ത്. അപ്പോൾ നേരത്തെ ഇതിനകത്തുള്ള മോട്ടറുകളൊക്കെ പുറത്തേക്ക് കാണുമായിരുന്നു, ഇപ്പോൾ അതൊന്നും കാണില്ല. 3 പാർട്ടാണ്. അത് ആദ്യത്തെ പാർട്ടിൽ നിന്ന് വെള്ളം ഫിൽറ്ററായി 2 3ലേക്ക് എത്തും. 3 UV ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ UV ആണ് നിങ്ങൾ കണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് കാണിക്കുന്നത് കേട്ടോ. ഫൈനൽ ലുക്കിൽ നമുക്ക് നമ്മുടെ അക്വേറിയം, എനിക്ക് ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളൊരു വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ അക്വേറിയത്തിൻ്റെ ഫിൽറ്ററിൻ്റെ ഒരു എഫക്റ്റാണ് നിങ്ങൾ ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റി കാണുന്നത് കേട്ടോ. പക്കായിട്ട് ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളുടേതായ ഒരു പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് വളരെ ക്വാളിറ്റി. കസ്റ്റമറൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ചോദിച്ചതിലും കുറച്ച് കാശ് കൂടുതലായിട്ടാണ് തന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ അക്വേറിയം എങ്ങനെ വേണമെന്നുള്ളത് നമ്മളെ ഒരു ഐഡിയ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അതിൻ്റെ വീടിൻ്റെ താഴത്തെ ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത്തരത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.